ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റേഷൻ ഓണ കിറ്റ് അൺബോക്സ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ വിട്ടുപോയൊരു ചെറിയ കാര്യമുണ്ട്. അതിൻ്റെ വില ഒന്ന് താരതമ്യപ്പെടുത്തുക. നമ്മൾ കഴിഞ്ഞ കിറ്റ് കിട്ടിയപ്പോൾ നമ്മളതങ്ങനെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് 460 രൂപയുടെ സാധനങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 500 രൂപയുടെ കിറ്റ്, 40 രൂപ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ സംഘടിപ്പിച്ച കിറ്റിൽ നിന്ന് അവർ ശർക്കരയും പപ്പടവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ വില മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്ന് വിലയിരുത്താം എങ്ങനെയാണ് ഇതിൻ്റെ വില എന്ന്. അതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് നോക്കാം. ഇതാണ് സാധനങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് ഓരോന്ന് വെച്ചിട്ട് നോക്കാം. ശർക്കരയും പപ്പടവും ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ശർക്കരൻ്റെ ആദ്യം വില എഴുതാം. ശർക്കരയും പപ്പടവും ആദ്യമല്ല. വില വരുന്നത് 55 രൂപയാണ് വിപണി വില. അതായത് പുറത്ത് നമുക്ക് കിട്ടുന്ന വിലയാണ് 55 രൂപ. പപ്പടം 20 രൂപയുടെ ആയിരുന്നു. അതിന്മേ വിലയുണ്ടായിരുന്നു 20 രൂപയുടെയാണ്. ഇനി സേമിയ, ഇതിൽ പ്രിൻ്റ് വില സേമിയ 20 രൂപയാണ്. ശബരി വെളിച്ചെണ്ണ 102 രൂപയാണ്. 102 രൂപ വില വരുന്നുണ്ട്. കിച്ചൺ റേഷേഴ്സിൻ്റെ മഞ്ഞൾപ്പൊടിക്ക് വില വരുന്നത് 21 രൂപ 50 പൈസ. മല്ലിപ്പൊടിക്ക് 18 രൂപ 50 പൈസ. മുളക് പൊടിക്ക് 26 രൂപ. സാമ്പാർ പൊടിക്ക് 26 രൂപ. പിന്നെ 1 കിലോ പഞ്ചസാരയാണ്. ഇത് സപ്ലൈക്കോൻ്റെ പീസാണ്. അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വില 38 രൂപയാണ്. പിന്നെ ഇത് നുറുക്ക് ഗോതമ്പ്. ഇതിന് വില വരുന്നത് വിപണി മൂല്യം 40 രൂപയാണ്. നമ്മൾ അന്വേഷിച്ചതാണ് ഇപ്പോഴത്തെ വില. പിന്നെ ഉള്ളത് ചെറുപയറാണ്. ചെറുപയറിന് 110 രൂപ. അതിൽ 55 രൂപ 1/2 കിലോ. ഇനി ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ഐറ്റം. ഇനി നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. 55 + 20 + 20 + 102 + 21 50 + 18 50 + 26 + 26 + 38 + 40 + 5 സമം ഇത്രയാണ് വരുന്നത്. 422 രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വരുന്നത്. നമുക്കറിയാം ഇതിൽ സപ്ലൈക്കോൻ്റെ പീസുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇത് ബൾക്കായിട്ട് 88 ലക്ഷം പീസാണ് ഓരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വിലകൾ എത്ര വരിക എന്നൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് വില. ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഈ 422 രൂപ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ നമുക്ക് 460 രൂപയുടെ കിറ്റ്, 500 രൂപയുടെ കിറ്റിന് വില വരുന്നത് നമുക്കിവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങാൻ 422 രൂപയാണ്.
88 ലക്ഷം രൂപയിൽ 1 രൂപ കുറഞ്ഞാൽ 88 ലക്ഷം രൂപ കുറയും. മനസ്സിലാക്കണം, 88 ലക്ഷം രൂപ കുറയും 1 രൂപ കുറഞ്ഞാൽ. 88 ലക്ഷം കാർഡിൽ നിന്ന് 88 ലക്ഷം കിറ്റിൽ നിന്ന് 1 രൂപ മാറ്റി വെച്ചാൽ 88 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ്, നമുക്കിത് എത്രയാണെന്ന് നമ്മൾ നോക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപയുടെ കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിയ സമയത്ത് ഒരു 700 രൂപയ്ക്ക് മുകളിൽ കുറച്ചേ നിന്നിട്ടുള്ളൂ. അതായത് നമുക്ക് പൊതുവിപണിയിൽ നിന്ന് വാങ്ങാനും. ഇത് പിന്നെ സർക്കാർ തലത്തിൽ നിന്ന് ഒന്നായിട്ട് ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. എന്നിട്ടാണ് ഈ ഒരു വില വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഇത് കിറ്റ് തുറന്ന് നോക്കി ഇതിൻ്റെ മൂല്യം നമ്മൾ പരിശോധിച്ചു, അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ ആരെയും വിമർശിക്കാനോ ഒന്നുമല്ല. നമ്മളിതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.